ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് സ്കന്ദഷഷ്ഠി വ്രതം തുടങ്ങുകയാണ്. ഇന്ന് ഒന്നാം ദിവസമാണ്. ഒന്നാം ദിവസം കേൾക്കേണ്ടുന്ന സ്കന്ദപുരാണത്തിലെ കഥ ഞാൻ വീഡിയോയായി ഇട്ടിരുന്നു. എല്ലാവരും അത് കേട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ സ്കന്ദപുരാണത്തിലെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ അവതാര ലക്ഷ്യം തന്നെ ശൂരപത്മാസുരനെ വധിച്ചിട്ട് ദേവന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ശൂരപത്മാസുരനുമായിട്ടുള്ള യുദ്ധമാണ് ഇന്നേ ദിവസം നമ്മൾ കേട്ടത്. ആ വീഡിയോ ഇട്ടിരുന്നു. ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടുന്ന നാമങ്ങളെ പറ്റിയും ഭഗവാനെ സമർപ്പിക്കേണ്ടുന്ന വഴിപാടുകളെ പറ്റിയും അഭിഷേകങ്ങളെ പറ്റിയുമൊക്കെ പറയാനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഭഗവാനെ ഇന്ന് നമ്മൾ, അതായത് ഒന്നാം ദിവസം, നമുക്ക് സുബ്രഹ്മണ്യ ഗായത്രി കൊണ്ട് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് നാമങ്ങൾ പറഞ്ഞു തന്നിരുന്നു. ആ നാമങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നാമം ഉപയോഗിച്ചിട്ട് പ്രാർത്ഥിക്കാം. ഓം സ്കന്ദായ നമ എന്ന് ജപിക്കാം. ഓം ശരവണ ഭവായ നമ എന്ന് ജപിക്കാം. ഓം വജത് ഭുവേ നമ എന്ന് ജപിക്കാം. വേലും മയിലും സേവലും തുണ എന്ന് ജപിക്കാം. ഈ വേലും മയിലും സേവലും തുണ എന്ന നാമം വളരെ വളരെ പവർഫുൾ ആയ ഒരു നാമമാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ നിത്യവും മുരുകഭക്തർ ജപിച്ചു പ്രാർത്ഥിക്കുന്നതാണ്. ഏത് നാമം ജപിച്ചാലും ഭക്തിയോടുകൂടി മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിച്ച് ജപിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നാളെ രാവിലെയും വൈകുന്നേരവും ജപിക്കേണ്ടുന്ന നാമം ഏതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ജ്ഞാനശക്തിധര സ്കന്ദ വള്ളി കല്യാണ സുന്ദര ദേവസേന മനക്കാന്ത കാർത്തികേയ നമോസ്തുതേ. ഓം സുബ്രഹ്മണ്യായ നമ. ഈ നാമം 9 തവണ, 21 തവണ, 108 തവണ, 1008 തവണയൊക്കെ ജപിക്കുന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. ഈ നാമം വ്രതം എടുക്കുന്നവരും അല്ലാത്തവരും രണ്ടാമത്തെ ദിവസം ജപിച്ച് പ്രാർത്ഥിക്കണം. ഈ നാമത്തിന്റെ അർത്ഥം സ്കന്ദൻ എന്നും അറിയപ്പെടുന്ന ഭഗവാൻ കാർത്തികേയന് നമസ്കാരം. അതായത് സ്കന്ദൻ എന്ന് അറിയപ്പെടുന്ന ഭഗവാൻ കാർത്തികേയന് നമസ്കാരം. വള്ളീദേവിയുടെ സുന്ദരനായ ഭർത്താവും ദേവസേനയുടെ കാന്തനുമായ അല്ലയോ കാർത്തികേയ സ്വാമി, അവിടുത്തെ ഞാൻ വീണ്ടും ആരാധിക്കുന്നു എന്നാണ് ഈ നാമത്തിന്റെ അർത്ഥം. ഈ നാമം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട നാമമാണ്. ഭഗവാനോട് ചേർന്ന് 2 ഭാര്യമാരാണ് ഉള്ളത്. ഒന്ന് വള്ളീദേവിയും അടുത്തത് ദേവസേനയും. വള്ളീദേവിയുടെയും ദേവസേനയുടെയും കഥ നമ്മൾ സ്കന്ദപുരാണത്തിൽ പറഞ്ഞു. വിവാഹത്തിലേക്ക് എത്തിയില്ല. അവരാരായിരുന്നു, ഇപ്പോൾ അവരെവിടെയാണ്, അവരെന്തെടുക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ സ്കന്ദപുരാണത്തിലെ മുമ്പുള്ള അധ്യായങ്ങളിൽ നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലില് പ്ലേലിസ്റ്റില് സ്കന്ദപുരാണം 2025 എന്ന ഫോൾഡറിൽ ഇതുവരെ നമ്മൾ പറഞ്ഞ സ്കന്ദപുരാണത്തിലെ കഥകളൊക്കെ കിടപ്പുണ്ട്. സമയം കിട്ടുന്നതനുസരിച്ച് ആ കഥകളൊക്കെ എടുത്ത് ഈ പുണ്യമായ ഈ ദിവസങ്ങളിൽ കേട്ട് പ്രാർത്ഥിക്കണം. കേട്ട ആളുകളും വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം. ഭഗവാന്റെ തിരു അവതാരമൊക്കെ കേട്ട് പ്രാർത്ഥിക്കണം. ഇനി ഭഗവാന് ചെയ്യേണ്ടുന്ന വഴിപാടുകൾ. ഭഗവാൻ അഭിഷേക പ്രിയനാണ്. അതുകൊണ്ട് തന്നെ അഭിഷേകം ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്.
ഭഗവാന് എണ്ണ കൊണ്ടും പാലുകൊണ്ടും ഒക്കെ തന്നെ അഭിഷേകം ചെയ്യാവുന്നതാണ്. ഭഗവാന് നാരങ്ങാമാല സമർപ്പിക്കും. എന്തിനാണ് ഭഗവാന് നമ്മൾ നാരങ്ങാമാല സമർപ്പിക്കുന്നത്? ദൃഷ്ടിദോഷം മാറുന്നതിനായിട്ടാണ് ഭഗവാന് നാരങ്ങാമാല സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഭസ്മാഭിഷേകം നമ്മൾ ചെയ്യാറുണ്ട്. എന്തിനാണ് ഭസ്മാഭിഷേകം ചെയ്യുന്നത്? പാപദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഭസ്മാഭിഷേകം ചെയ്യുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തന്നെ ധാരാളം ഗുരുത്വ ദോഷങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാകും. മാതാപിതാക്കളോടോ ഗുരുജനങ്ങളോടോ സമൂഹത്തില് ബഹുമാനം അർഹിക്കുന്ന മനുഷ്യരോടോ അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവനോടോ ആരോടായാലും, ഇന്ന ആളുകളോടൊന്നില്ല, ആരോടായാലും, അല്ലെങ്കിൽ ഒരു പക്ഷി മൃഗാദികളോടായിക്കോട്ടെ, ആരോടായാലും നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുടെ ഒരു മനപ്രയാസം നമ്മിൽ ഏറ്റിട്ടുണ്ടെങ്കിൽ ആ ദോഷങ്ങൾ മാറ്റുന്നതിനായിട്ട്, ശാപദോഷവും പാപദോഷവും ഒക്കെ മാറ്റുന്നതിനായിട്ട് ഭസ്മാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അങ്ങേയറ്റം ഉത്തമമാണ് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഭാഗ്യമുണ്ടാകുന്നതിനും ശത്രുദോഷം മാറുന്നതിനും എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. ആരോഗ്യമുണ്ടാകുന്നതിനായിട്ട് പാലുകൊണ്ട് അഭിഷേകം ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയുന്നു. ഭഗവാന് പാൽപായസം നൈവേദ്യമായി സമർപ്പിക്കാം, അത് ഭാഗ്യം കൊണ്ടുതരുമെന്ന് വിശ്വസിക്കുന്നു. സമ്പത്ത് ഉണ്ടാകുന്നതിനായിട്ട് ഭഗവാന് താമരമാല സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു. സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിനായിട്ട് നെയ്വിളക്ക് സമർപ്പിക്കാൻ പറയുന്നു. ദാരിദ്ര്യം അകലുന്നതിനായിട്ട് തേൻ കൊണ്ട് അഭിഷേകം ചെയ്യാനായിട്ട് പറയുന്നു. കർമ്മരംഗം പുഷ്ടിപ്പെടുത്തുന്നതിനും ഒരു ജോലി ആവശ്യമുണ്ടെങ്കിൽ ജോലി ലഭിക്കുന്നതിനുമൊക്കെയായിട്ട് കളഭം കൊണ്ട് അഭിഷേകം ചെയ്യാനായിട്ട് പറയുന്നു. അതാണ് അഭിഷേകത്തെ പറ്റി പൊതുവായി പറയുന്ന ഫലങ്ങൾ. നമുക്ക് സാധിക്കുന്നത് എന്തായാലും നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് എന്തു ചെയ്ത് പ്രാർത്ഥിച്ചാലും അത് നല്ലതാണ്. പൊതുവെയുള്ള ആ ഒരു ഫലങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ആദ്യമായിട്ടാണ് ഇത്തവണ നിങ്ങൾ ഷഷ്ടിവ്രതം, അതായത് ഈ മഹാസ്കന്ദഷഷ്ടി വ്രതം ആദ്യമായിട്ടാണ് എടുക്കുന്നത് എങ്കിൽ നിങ്ങൾ നിർബന്ധമായും പാൽപായസം ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കണം. ഇനി കഴിഞ്ഞ വർഷം നിങ്ങൾ ചെയ്തു, ഇത് രണ്ടാമത്തെ സ്കന്ദഷഷ്ടിയാണ് എങ്കിൽ ശർക്കര പായസമാണ് നൈവേദ്യമായി സമർപ്പിക്കേണ്ടത്. ഇത് മൂന്നാമത്തെ സ്കന്ദഷഷ്ടിയാണെങ്കിൽ വെള്ള നിവേദ്യം, അതാണ് ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കേണ്ടത്. നാലാമത്തേതാണെങ്കിൽ അപ്പം, ഉണ്ണിയപ്പമാണ് ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കേണ്ടത്. 5 മോദകം നൈവേദ്യമായി സമർപ്പിക്കണം. ഇനി നിങ്ങൾ 6ാമത്തെ തവണയാണ് ഷഷ്ടിവ്രതം എടുക്കുന്നത് എങ്കിൽ പശുവിൻ പാലാണ് ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കേണ്ടത്. 7ാമത്തെ തവണയാണ് നിങ്ങൾ ഷഷ്ടിവ്രതം എടുക്കുന്നത് എങ്കിൽ ഇളനീരാണ് നൈവേദ്യമായി സമർപ്പിക്കേണ്ടത്. അതായത് കരിക്ക് ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കാം. കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഇനി 8ാമത്തെ തവണയാണ്, 8ാമത്തെ വർഷമാണ് നിങ്ങൾ സ്കന്ദഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് എങ്കിൽ പാനകമാണ് ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കേണ്ടത്. 9ാമത്തെ തവണയാണ് നിങ്ങൾ ഷഷ്ടിവ്രതം എടുക്കുന്നത് എങ്കിൽ 7 മണി കുരുമുളക്, അതായത് 7 കുരുമുളക്, അതാണ് ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കേണ്ടത്. ഇനി 10ാമത്തെ തവണയാണ് നിങ്ങൾ സ്കന്ദഷഷ്ടി വ്രതം എടുക്കുന്നത് എങ്കിൽ യഥാശക്തി
നിങ്ങൾക്ക് എന്താണോ സാധിക്കുന്നത് ആ വഴിപാട് നിങ്ങൾക്ക് ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കാം. പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് വഴിപാടാണോ സമർപ്പിക്കാൻ സാധിക്കുന്നത് അത് ചെയ്യുക. അതിൽ തന്നെ ഏറ്റവും ഉത്തമം ഭഗവാന്, അതായത് നമ്മൾ 9 വർഷം കഴിഞ്ഞു, 10ാമത്തെ വർഷം മുതൽ, അതായത് 10ാമത്തെ വർഷമൊക്കെ ആയി, 11, 12 അങ്ങനെ ആയെങ്കിൽ യഥാശക്തി നമ്മുടെ മനസ്സിന് എന്താണോ തോന്നുന്നത്, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അതായത് 9 വർഷത്തെ കാര്യങ്ങൾ പറഞ്ഞു, അതിൽ നിങ്ങൾക്ക് ഏത് സമർപ്പിക്കണം, അതല്ലാതെ മറ്റെന്തെങ്കിലും സമർപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടോ അത് നിങ്ങൾ ചെയ്യുക. ഇങ്ങനെയാണ് വിധി പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രധാനമായും ശ്രദ്ധിക്കുക. ഇനി വ്രതമെടുത്ത് വരുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പീരീഡ്സ് ആയി, അല്ലെങ്കിൽ പുല വന്നു, ബാലായ്മ വന്നു, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് കരുതുക. ഇനി അതൊന്നുമില്ല, ഏതെങ്കിലും സാഹചര്യങ്ങളാൽ നിങ്ങൾക്ക് വ്രതം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നും വെക്കുക. എന്തു ചെയ്യും? ഉദാഹരണത്തിന് ഇന്നത്തെ ദിവസം, ഇന്നൊരു 5ാമത്തെ ദിവസമാണ് എന്ന് കരുതുക. നിങ്ങളിങ്ങനെ 4 ദിവസമായി ഷഷ്ടിവ്രതം എടുത്തു വരുന്നു. 5ാമത്തെ ദിവസം നിങ്ങൾക്ക് പീരീഡ്സ് ആയി. എന്തു ചെയ്യും? നിങ്ങൾ പീരീഡ്സ് ആയി എന്ന് കരുതി യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട. നിങ്ങൾ ഇതുവരെ എങ്ങനെയാണോ നിങ്ങളുടെ ആഹാര രീതിയിൽ ഇരുന്നത് അതേ രീതിയിൽ തന്നെ തുടരുക. തുടർന്നിട്ട് എന്തു ചെയ്യണം? ക്ഷേത്രത്തിൽ പോകണ്ട, വിളക്ക് തെളിയിക്കേണ്ട, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ആഹാരപഥ്യം അതേപോലെ തന്നെ തുടർന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഓം മുരുകായ നമ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ നിങ്ങളുടെ വ്രതം നിങ്ങൾക്ക് പൂർത്തിയാക്കാം. പുലയായാലും ബാലായ്മയായാലും അങ്ങനെ തന്നെ ചെയ്യാം. ഇനി ആഹാരപഥ്യം ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക്, അതായത് ഷഷ്ടിവ്രതത്തിന്റെ തലേ ദിവസം, അതായത് 5ാമത്തെ ദിവസമോ 6ാമത്തെ ദിവസമോ അല്ലാതെ മറ്റേതെങ്കിലും ദിവസം, 3ാമത്തെ ദിവസമോ 4ാമത്തെ ദിവസമോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ആഹാരപഥ്യം തെറ്റിപ്പോയെങ്കിൽ വിഷമിക്കേണ്ട. തെറ്റിപ്പോയിക്കോട്ടെ ഒരു നേരം, അടുത്ത നേരം മുതൽ ആ പഥ്യത്തിൽ തന്നെ തുടരുക. ഭഗവാനോട് ഒരു വെറ്റിലയും പാക്കും 1 രൂപ നാണയവും വെച്ചിട്ട് ഭഗവാനോട് ക്ഷമ പറയുക. എന്നിട്ട് മഹാവിഷ്ണുവിന് ഒരു പാൽപ്പായസമോ മറ്റെന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു വഴിപാടോ ചെയ്തിട്ട് മായാദേവിയുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ട് എൻ്റെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തരുതേ എന്നൊന്ന് പ്രാർത്ഥിക്കണം. അതിനുശേഷം വീണ്ടും വ്രതം തുടരണം. വീണേ നമ്മൾ പഠിക്കുകയുള്ളൂ. അല്ലാതെ ഒറ്റ ഇരിപ്പിന് എവറസ്റ്റ് കൊടുമുടി കീഴടക്കാമെന്നൊന്നും കരുതരുത്. അതുകൊണ്ട് വീണോട്ടെ, വീണ് പഠിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രത്യേകമായൊന്ന് ശ്രദ്ധിക്കുക. നമ്മളെ കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ ഭഗവാന് ചെയ്യുക. ഭഗവാന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്യുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഓരോ ക്ഷേത്രങ്ങളിലും, നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട വഴിപാടുകൾ ഏതാണോ ആ വഴിപാടുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് യോജിച്ചതാണെങ്കിൽ ആ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ആഹാരം കഴിക്കാതെ ഇരിക്കുന്നത് മാത്രമല്ല വ്രതത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നാമജപത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചെയ്യേണ്ടത്. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. പരമാവധി സമയം നാമം ജപിക്കുക. സ്കന്ദപുരാണത്തിലെ കഥകൾ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടും. മുടങ്ങാതെ സ്കന്ദപുരാണത്തിലെ കഥകൾ കേൾക്കണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.